ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇവിടെ ഓസ്ട്രേലിയയിൽ NSWയിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിൻ്റെ ഒരു പ്രൊസീജിയറിനെ പറ്റിയും പിന്നെ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ ആ ഒരു ജേർണിനെ പറ്റിയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള ഒരു പ്രായപരിധി എന്ന് പറയുന്നത് 16 ഇയേഴ്സ് ആണ്. അപ്പോൾ 16 വയസ്സ് താഴെയുള്ളവർക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ല. 16 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള ആളുകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി അതിൻ്റെ പ്രൊസീജിയർ തുടങ്ങാൻ പറ്റും. നമുക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റ് എടുക്കാൻ പറ്റിയില്ലെങ്കിലും അപ്പം തന്നെ പ്രൊസീജിയർ തുടങ്ങാൻ പറ്റും. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോളജ് ടെസ്റ്റ്, DKT എന്ന് പറഞ്ഞിട്ട് ഒരു തിയറിയാണ്. അതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അത് ചെയ്യാന്നുള്ളതാണ്. അത് ഒന്നെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ NSWൻ്റെ സർവീസ് സെന്റർ ഉണ്ട് ഇവിടെ. അവിടെ പോയിട്ട് നമുക്ക് വാക്കിനായിട്ടോ അല്ലെങ്കിൽ മുൻകൂർ അപ്പോയിന്റ്മെന്റ് എടുത്ത് നമുക്ക് പോയി ആ ടെസ്റ്റ് എഴുതാവുന്നതാണ്. അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഗൂഗിളിലും നെറ്റിലും അതുപോലെ അവരുടെ ഹാൻഡ് ബുക്കിലും ഒക്കെ ഉണ്ട്. അപ്പം അതെന്താണോ നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരുപാട് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ കിടപ്പുണ്ട്. അപ്പം അതെന്താണോ യൂട്യൂബിലുള്ള അതേ ക്വസ്റ്റ്യൻസ്, പിന്നെ ട്രിക്കൊന്നും ഇല്ലാതെ വളച്ചു ചുറ്റിയോ ഒന്നുമല്ല ചോദിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണോ യൂട്യൂബിലും ഗൂഗിളിലും കിടക്കുന്നത് അതേപോലെ തന്നെയാണ് ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഈസിയാണ്. നമുക്കൊന്ന് ജസ്റ്റ് വായിച്ച് ഒരു 2-3 ദിവസം അതിന് വേണ്ടിയിട്ടൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് അത് പോയി എഴുതി നമുക്ക് പാസ്സാകാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പം ഈ നോളജ് ടെസ്റ്റ് നമുക്ക് പാസ്സായി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ലേണേഴ്സ് ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ലേണേഴ്സ് ലൈസൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ഐഡന്റിറ്റി പ്രൂഫ് ചെയ്യാനുള്ള ഇപ്പം നമ്മൾ ഇപ്പോൾ പുറത്തുനിന്ന് വന്ന ആളുകളാണെങ്കിൽ പാസ്പോർട്ട്, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരാണെങ്കിൽ മെഡിക്കെയർ, അങ്ങനെ നമ്മുടെ ഐഡന്റിറ്റി പ്രൂഫ് ചെയ്യാൻ പറ്റുന്ന 1-2 ഐഡന്റിറ്റി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഐ ടെസ്റ്റ് ചെയ്യും അവർ. ഐ ടെസ്റ്റ് കൂടാതെ പിന്നെ അവിടുന്ന് നമുക്ക് ഫോട്ടോ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അവിടുന്ന് അവർ ഡയറക്റ്റ് ഫോട്ടോ എടുക്കും. അങ്ങനെയാണ് അവർ നമുക്ക് ലേണേഴ്സ് ലൈസൻസ് തരുന്നത്. അപ്പം ലേണേഴ്സ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫുൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാളുടെ കൂടെ നമുക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ്. ഒന്നെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നുള്ള ഒരു ഇൻസ്ട്രക്ടർ കൂടെ ഓടിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് അറിയുന്ന ആരെങ്കിലും അടുത്തുണ്ടായാൽ മതി. നമുക്ക് L പ്ലേറ്റ് വണ്ടീൻ്റെ 2 സൈഡിലും ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഫുൾ ലൈസൻസ് എന്താണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. ഫുൾ ലൈസൻസ് ഉള്ള ഒരാളുടെ കൂടിയേ ലേണേഴ്സ് ഉള്ള ഒരാൾക്ക് ഓടിക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. എന്തായാലും 2 കാറ്റഗറി അനുസരിച്ചാണ് ഞാൻ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് 16 ഇയേഴ്സ് തൊട്ട് 25 വയസ്സ് വരെയുള്ളത്, 16 തൊട്ട് 25 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് ഒരു രീതിയിലും 25-ന് ശേഷം ആളുകൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിൽ വേറൊരു രീതിയിലുമാണ്. അപ്പോൾ ഈ ലേണേഴ്സ് വരെ എല്ലാം ഓക്കെയാണ്, ഒരുപോലെയാണ്. അപ്പോൾ 16-നും 25-നും വയസ്സ് ഇടയ്ക്കുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലേണേഴ്സ് ലൈസൻസ് കൊണ്ട് അവർ 1 വർഷം മിനിമം ആ ലേണേഴ്സ് ലൈസൻസ് കൊണ്ട് വണ്ടി ഓടിക്കണം. മാത്രമല്ല അവരൊരു ലോഗ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ലോഗ് ബുക്കിൽ അവർ എത്ര മണിക്കൂർ ഒരു ഫുൾ ലൈസൻസ് ഉള്ള ഒരാളുടെ കൂടെ ഓടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ കൂടെ അവർ വണ്ടി ഓടിച്ചിട്ടുണ്ടെന്നുള്ളത് റെക്കോർഡ് ചെയ്ത് സൈൻ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പം 16-നും 25-നും ഇടയ്ക്കുള്ളവർക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റ് എഴുതണമെങ്കിൽ ഈ 2 കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതായത് L പ്ലേറ്റ് വെച്ച് 1 ഇയർ വണ്ടി ഓടിക്കേണ്ടതായിട്ടും ഉണ്ട്. അതുപോലെ 120 അവേഴ്സ് ലോഗ് ബുക്കിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം അവർക്ക് ഡയറക്റ്റ് പ്രാക്ടിക്കൽ ടെസ്റ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി 16-നും 25-നും ഇയേഴ്സിന് ഇടയിലുള്ളവരല്ല, 25 ഇയേഴ്സിന് മേലോട്ടാണ് അവരുടെ ഏജെങ്കിൽ അവർക്ക് വേറൊരു രീതിയിലാണ് ഈ ഒരു ടെസ്റ്റ് എടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പം 25 ഇയേഴ്സിന് മേലെയുള്ള ആളുകൾക്ക് നോളജ് ടെസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് ആണ്. നോളജ് ടെസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മറ്റ് ചെറിയ കുട്ടികൾ ചെയ്ത പോലെ, അതായത് 16 വയസ്സിന് തൊട്ട് മേലെയുള്ള ആളുകൾ ചെയ്ത പോലെ തന്നെ ലേണേഴ്സിന് നമ്മൾ അപ്ലൈ ചെയ്യണം, ലേണേഴ്സ് ലൈസൻസ് നമ്മൾ എടുക്കണം. അങ്ങനെ L പ്ലേറ്റ് വെച്ച് വണ്ടി ആയിരിക്കണം ഓടിക്കേണ്ടത്. അതൊക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷെ അത് മിനിമം 1 ഇയർ ഓടിക്കണമെന്നോ അല്ലെങ്കിൽ 120 അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല ഈ 25 ഇയേഴ്സിന് മുകളിലാണെങ്കിൽ. അപ്പം 25 ഇയേഴ്സിന് മുകളിൽ നമ്മൾ ലേണേഴ്സ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. അതും ഇതുപോലെ യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട്, എന്തൊക്കെ ടെസ്റ്റുകൾ, എന്തൊക്കെ സിനാരിയോ ആണ് അവർ കാണിക്കുന്നതെന്ന്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ആ ടെസ്റ്റും കൂടി എടുത്ത് പാസ്സായതിനു ശേഷമാണ് 25 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഒരു പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഡ്രൈവിംഗ് നോളജ് ടെസ്റ്റും ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റും പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് ടെസ്റ്റും ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ നമുക്ക് സ്വന്തമായിട്ട് ബുക്ക് ചെയ്യാം. UK-നെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി വെയിറ്റിംഗ് ടൈം വരുന്നില്ല. നമുക്കൊരു 10-15 ദിവസം കൊണ്ടൊക്കെ ഇവിടെ നമുക്ക് ഈ ഒരു ടെസ്റ്റ് ബുക്ക് ചെയ്യാനൊക്കെ പറ്റും. ഈ നോളജ് ടെസ്റ്റും ഹസാർഡ് പെർസെപ്ഷനും വെയിറ്റിംഗേ ഇല്ല, നമുക്ക് ഏറ്റവും അടുത്ത ഡേറ്റ് തന്നെ കിട്ടും. പക്ഷേ പ്രാക്ടിക്കൽ ടെസ്റ്റ്, അവസാനത്തെ ഡ്രൈവിംഗ് റോഡ് ടെസ്റ്റിന് കുറച്ച് വെയിറ്റിംഗ് വരുന്നുണ്ട്. എന്നാലും UK-ലെ പോലെ 2-3 മാസത്തെ ഡിഫറൻസ് ഒന്നും ഇവിടെ വരുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ടെസ്റ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു ഡേറ്റും സ്ലോട്ടൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടാറുണ്ട്.
അതുപോലെ തന്നെ ഇതിന് മൂന്നിനും ഫീസുണ്ട്. നോളജ് ടെസ്റ്റിനും അതുപോലെ ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റിനും അതുപോലെ പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് ടെസ്റ്റിനും ഒക്കെ ഫീസുകൾ ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റിനും അതുപോലെ നോളജ് ടെസ്റ്റിനും ഇവിടെ കൊടുക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് 55 AUD ആണ്, ഓസ്ട്രേലിയൻ ഡോളർ. 55 ഓസ്ട്രേലിയൻ ഡോളർ ആണ് കൊടുക്കേണ്ടത്. പക്ഷെ അവസാനം വരുന്ന പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് കൊടുക്കേണ്ടത് 68 AUD ആണ്. അപ്പോൾ ഇതാണ് ഇവിടെ വരുന്ന ഒരു ഫീസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഈ പറയുന്ന നോളജ് ടെസ്റ്റും അല്ലെങ്കിൽ ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റോ നമുക്ക് എത്ര തവണ വേണമെങ്കിലും ട്രൈ ചെയ്യാം. അതിന് പ്രത്യേക ഒരു പരിധിയില്ല. അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ഓരോ തവണയും നമ്മളിത് ചെയ്യുമ്പം ഇത് ഈ ഫീസ് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അതുപോലെ നമ്മൾ നോളജ് ടെസ്റ്റ് എഴുതാൻ പോകുമ്പോഴും അതുപോലെ ഹസാർഡ് പെർസെപ്ഷൻ എഴുതാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ നോളജ് ടെസ്റ്റ് ആണല്ലോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു അപ്ലിക്കേഷൻ ഫോം ഉണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ആ അപ്ലിക്കേഷൻ ഫോം നമ്മൾ സൂക്ഷിച്ചു വെക്കണം. പിന്നെ ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് എഴുതാൻ പോകുമ്പോഴും ആ സെയിം ഫോം നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം. അതേ ഫോം തന്നെ നമ്മൾ സൂക്ഷിച്ചു വെക്കണം നമ്മുടെ അവസാനത്തെ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ നമ്മൾ അതേ ആപ്ലിക്കേഷൻ ഫോം കൊണ്ടാണ് പോകേണ്ടത്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ ദിവസം നമ്മളൊരു 15 മിനിറ്റ്സ് എഗോ ആ ഒരു സർവീസ് സെൻറ്ററിൽ എത്തണം. ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് എത്തണം. 15 മിനിറ്റ്സ് എഗോ എത്തുകയും ചെയ്യണം. പിന്നെ വാഷ്റൂമിലൊക്കെ പോകണമെങ്കിൽ പോയി നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കണം. പിന്നെ അതുപോലെ നമ്മുടെ കയ്യിലുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ഫോം നമ്മൾ കരുതണം. നമ്മൾ ആദ്യം തൊട്ട് അതുകൊണ്ടാണ് വരേണ്ടത്. നോളജ് ടെസ്റ്റിനും ഹസാർഡിനും പിന്നെ ഈ പറയുന്ന പ്രാക്ടിക്കൽ ടെസ്റ്റിനും സെയിം ആപ്ലിക്കേഷൻ ഫോം കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അവർ നമ്മുടെ പേരൊക്കെ വിളിച്ച് അവർക്ക് അതിനകത്ത് കുറച്ച് ഫില്ല് ചെയ്യാനും നമ്മുടെ സൈൻ മേടിക്കാനും ഒക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ കൂടെ ടെസ്റ്റ് ചെയ്യുന്ന ആളും നമ്മളും മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പം ആ ഒരു ടെസ്റ്റിൻ്റെ സമയത്ത് അവർ നമ്മളെ കൊണ്ട് വണ്ടി കൊണ്ടുപോയി നമ്മളോട് പറയും കയറി ഇരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അവർ പറയും അവർക്ക് സിഗ്നൽസ് ഒക്കെ, അതായത് ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അവർക്ക് നോക്കണം. അതുകൊണ്ട് നമ്മളോട് പറയും റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട് എന്ന് പറഞ്ഞാൽ അവർ വണ്ടി എന്താ പറയുക ചുറ്റും നടന്ന് ചെക്ക് ചെയ്യും. അവർ ടയർ നോക്കും, ടയറിൻ്റെ കണ്ടീഷൻ നോക്കും. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് മാത്രമല്ല ബ്രേക്ക് ഇതൊക്കെ ചെക്ക് ചെയ്യും ഇവർ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പേ. പിന്നെ നമ്മുടെ കൂടെ കാറിൽ കയറി ഇരുന്നിട്ട് അവർ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്തൊക്കെയാണ് അവർ ചെയ്യിപ്പിക്കുന്നത്, എന്തൊക്കെയാണ് ഏത് റൂട്ടാണ് പോകുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തരും. അപ്പോൾ UK-ലൊക്കെയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പം ഒരു 10-15 മിനിറ്റ്, ആദ്യത്തെ 15 മിനിറ്റ് മാപ്പ് അവർ സെറ്റ് ചെയ്ത് തരും. എന്നിട്ട് ആ മാപ്പ് പറയുന്നതിനനുസരിച്ചാണ് നമ്മൾ ട്രാവൽ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല. മാപ്പിൽ നോക്കി നമ്മൾ വണ്ടി ഓടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഫുള്ള് അവർ ഇൻസ്ട്രക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വണ്ടി ഓടിക്കുക. ഏകദേശം ഒരു 40 മിനിറ്റ്സ് 35 to 40 മിനിറ്റ്സ് ആണ് ഇവിടുത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഒരു ദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെസ്റ്റിൻ്റെ സമയത്ത് അവർ നമ്മളെ പല വഴികളിൽ കൂടെ കൊണ്ടുപോകും കേട്ടോ. അതായത് പല സ്പീഡുകളിലുള്ള വഴികൾ കൂടിയാണ് നമ്മൾ കൊണ്ടുപോകുക. 50-ൻ്റെ റോഡിലും 60-ൻ്റെ റോഡിലും ഒക്കെയാണ് കൊണ്ടുപോകുക. അതുകൂടാതെ പല റൗണ്ട് അബൌട്ടുകൾ, വലുതും ചെറുതുമായ റൗണ്ട് അബൌട്ടുകളും, അതുപോലെ സ്റ്റോപ്പ് ലൈൻ നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന പോലെ സ്റ്റോപ്പ് ലൈനും, അതുപോലെ ഗിവ് വേ, ട്രാഫിക് ലൈറ്റ്സുകൾ, ഇതിലൊക്കെ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു. അതുപോലെ പെഡസ്ട്രിയൻ ക്രോസിങ്ങിൽ പലതവണ അവർ നമ്മളെ കൊണ്ടുപോകും. നമ്മൾ നിർത്തി കൊടുക്കുന്നുണ്ടോ ആളുകൾക്ക് ക്രോസ് ചെയ്യാൻ. അതുപോലെ ലൈൻ ചേഞ്ച് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അവർ ഒരുക്കി തരും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഹെഡ് ചെക്ക് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പല എന്താ പറയുക സിറ്റുവേഷൻസ് അവരായിട്ട് ഒരുക്കി തരും. നമ്മളവിടെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ റോഡിൽ നമ്മുടെ പൊസിഷനിങ്, നമ്മൾ ലെഫ്റ്റ് ചേർന്നാണോ, അതുപോലെ നടുക്കുള്ള വരയിൽ തട്ടുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളും. അതുപോലെ തന്നെ സ്പീഡ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, ഒത്തിരി സ്പീഡ് കുറഞ്ഞാണോ കൂടുതൽ സ്പീഡാണോ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ നോക്കും. സ്പീഡ് ഇത്തിരി കുറഞ്ഞാലും ഒട്ടും കൂടരുത് ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ സമയത്തെന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സർവീസ് NSW എന്നാണ് കേട്ടോ എൻ്റെ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള സർവീസ് NSW ആണിത്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ തിയറി കാര്യങ്ങളും അതുപോലെ പ്രാക്ടിക്കൽ ടെസ്റ്റും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്. അപ്പം ഇവിടെ വന്ന് ഒരു 15 മിനിറ്റ് മുന്നേ വന്ന് നമ്മൾ റെഡിയായി നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടത് ഈ വരെയുള്ള ആ 2 പാർക്കിംഗ് ലോട്ടിലാണ് കേട്ടോ. ഈ 2 പാർക്കിംഗ് ലോട്ടുകൾ ഇവിടെ ടെസ്റ്റിന് വരുന്ന ആളുകൾക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം അവിടെ നിന്നാണ് നമ്മൾ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പീഡ് മാനേജ്മെൻറ്റ്, റോഡിലെ പൊസിഷനിങ്, അതുപോലെ വെഹിക്കിൾ കൺട്രോള്, പിന്നെ ഹെഡ് ചെക്ക് ചെയ്യുന്നുണ്ടോ, നമ്മൾ എങ്ങനെ ഹസാർഡ്സിനോട് റെസ്പോണ്ട് ചെയ്യുന്നു, ഇതൊക്കെയാണ് അവർ മെയിനായിട്ട് നോക്കുന്നത്. ഇതുകൂടാതെ 2 മാനുവറുണ്ട്. ഒന്ന് റിവേഴ്സ് പാരലൽ പാർക്കിംഗ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആണ് ഒന്നെങ്കിൽ ചെയ്യിപ്പിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ
3 പോയിൻറ്റ് ടേൺ എന്ന് പറഞ്ഞിട്ട് ഒരു മാനുവറും കൂടി ഉണ്ട്. അതാണ് ചെയ്യിപ്പിക്കുക. ഇത് രണ്ടും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു മാനുവറല്ല. UK ആണെങ്കിൽ നമുക്ക് കുറേ മാനുവേഴ്സ് ഉണ്ട്. അത് ഫോർവേഡ് പാർക്കിങ്, റിവേഴ്സ് പാരലൽ പാർക്കിങ്. പിന്നെ അതുകൂടാതെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പല കാര്യങ്ങളും ചെയ്യാൻ പറയും. വിൻസ്ക്രീൻ വൈപ്പ് ചെയ്യാനും സ്ക്രീൻ താഴ്ത്താനും. അതപ്പോൾ പുതിയതായിട്ട് വണ്ടി ഓടിച്ച് തുടങ്ങുന്ന ഒരാൾക്ക് ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ് കൺട്രോൾ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു UK. പക്ഷേ ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് അവരൊരു കാര്യവും ചെയ്യാൻ പറയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ, അതുപോലെ UK റോഡുകൾ കുറച്ചും കൂടെ നാരോ ആണ്. ഇവിടുത്തെ റോഡുകൾക്ക് അത്യാവശ്യം വലിപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ഇവിടെയാണ് കുറച്ചും കൂടെ ഒരു ഈസി ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് അന്ന് പാസ്സാവുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ലൈസൻസിൻ്റെ പേര് P1 പ്രൊവിഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് റെഡ് P ഉള്ള പ്ലേറ്റ് നമ്മൾ വണ്ടിയുടെ മുന്നിലും പിറകിലും ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പിന്നീട് വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ റെഡ് P വെച്ചുകൊണ്ട് നമ്മൾ 1 വർഷം വണ്ടി ഓടിച്ച് കഴിയുമ്പം നമുക്ക് P2 പ്രൊവിഷണൽ ലൈസൻസ് കിട്ടും. അതായത് ഗ്രീൻ കളറുള്ള P പ്ലേറ്റ് നമ്മൾ വണ്ടിയുടെ പുറകിലും മുന്നിലും വെച്ച് പിന്നെയും 2 വർഷം വണ്ടി ഓടിക്കണം. അങ്ങനെ ടോട്ടൽ റെഡും ഗ്രീനും P പ്ലേറ്റ് 3 വർഷം ടോട്ടൽ നമ്മൾ ഓടിച്ച് കഴിയുമ്പോഴാണ് നമുക്കൊരു ഫുൾ ലൈസൻസ് കിട്ടുന്നത്. അപ്പോൾ ആ 3 വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് ഫുൾ ലൈസൻസ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ലേണേഴ്സിൻ്റെ കൂടെ പഠിപ്പിക്കാനിരിക്കാൻ പറ്റണമെങ്കിൽ ഫുൾ ലൈസൻസ് ഉണ്ടാവണമെന്ന്. അപ്പോൾ റെഡ് P ഉള്ളവർക്കോ ഗ്രീൻ P ഉള്ളവർക്കോ എൽബോർഡ് ഉള്ള, അതായത് ലേണേഴ്സിനെ പഠിപ്പിക്കാൻ സാധിക്കില്ല. ഫുൾ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമാണ് അങ്ങനെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ വണ്ടി ആരാണോ ഓടിക്കുന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ആ വണ്ടിയിലുള്ള എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുന്നത്. അതുപോലെ തന്നെ റെഡ് P ഉള്ളവർക്ക് ഒരു മാക്സിമം സ്പീഡ് ലിമിറ്റ് ഉണ്ട്. അവർക്ക് എത്ര സ്പീഡിലുള്ള റോഡാണെങ്കിലും അവർ 90 km/h മാത്രമേ മാക്സിമം പോകാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ പോകരുത്. അതുപോലെ ഗ്രീൻ Pക്ക് 100. അതുപോലെ ഫുൾ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമാണ് പ്രോപ്പർ ഏറ്റവും ഹൈ സ്പീഡിൽ, അതായത് റോഡ് അലൗ ചെയ്യുന്ന ഒരു സ്പീഡിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുപോലെ ആൽക്കഹോളിൻ്റെ കാര്യത്തിലും റെഡ് P ഉള്ളവർക്ക് ഒട്ടും പറ്റില്ല, ഗ്രീൻ P ഉള്ളവർക്കും ഒട്ടും പറ്റില്ല, ഫുൾ ലൈസൻസ് ഉള്ളവർക്ക് എന്തോ ഒരു ലിമിറ്റഡ് എമൗണ്ട്, അങ്ങനെയൊക്കെ കുറേ റെസ്ട്രിക്ഷൻസ് ഈച്ച് പ്ലേറ്റിനുമുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗം, അതൊക്കെ ഓരോ റെഡ് Pക്കും ഗ്രീൻ Pക്കും ഫുൾ ലൈസൻസ് ഉള്ളവർക്കൊക്കെ വ്യത്യസ്തപ്പെട്ടാണ് അതിൻ്റെ റൂൾസൊക്കെ ഇരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ. എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയത്. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. UK 4 തവണയും ഇവിടെ വന്നതിന് ശേഷം ഞാൻ 3 തവണയും ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് പാസ് ആകാൻ പറ്റിയത്. അപ്പം ഞാൻ ഒരു പെട്ടെന്ന് ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് പെട്ടെന്ന് ലേൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരാളല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും തവണ എഴുതേണ്ട വന്നത്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ നമുക്ക് ഒരുപാട് ട്രൈ ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണല്ലോ. അപ്പോൾ ഞാനിപ്പം ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ടെസ്റ്റ് പാസ്സായെന്ന് കരുതിയിട്ട് നമ്മൾ പെർഫെക്റ്റ് ആവുന്നില്ലല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഐ എം സ്റ്റിൽ ലേണിങ്. പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക എന്നുള്ളത് ഒരു ഭയങ്കര ഒരു ബിഗ് ഡീലായിരുന്നു എനിക്ക്. എല്ലാവരെയും പോലെ അത്ര ഈസി ആയിരുന്നില്ല. ഏകദേശം 1.25-2 വർഷത്തോളം എടുത്ത് ഞാൻ എൻ്റെ ടെസ്റ്റ് ഒന്ന് പാസ് ചെയ്യാൻ. ഒരുപാട് ടെസ്റ്റുകൾ എഴുതി, ഒരുപാട് പൈസ മുടക്കി കേട്ടോ. ഞാൻ ഡ്രൈവിങ്ങിന് പഠിക്കുന്ന ആ ഒരു പൈസ ഉണ്ടായിരുന്നു എനിക്ക് 2-3 കാർ വാങ്ങാനുള്ള പൈസ ഉണ്ടായിരുന്നു. അത്രയ്ക്കും ഞാൻ പൈസ മുടക്കി ഇതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ ഓരോ മണിക്കൂറിനും ഭയങ്കര എക്സ്പെൻസീവാണ് ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളത്. എന്തായാലും എനിക്ക് മാത്രമല്ല വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം ഇനി ആരെങ്കിലും ഡ്രൈവിംഗ് ടെസ്റ്റ് എഴുതാൻ പോകുന്നവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഇൻസ്പിറേഷൻ ആവട്ടെ. കാരണം 7 തവണ ടെസ്റ്റ് എഴുതിയിട്ട് ജയിച്ച ഒരാളാണ് ഞാൻ. അപ്പം അതിൽ കൂടുതലൊന്നും എന്തായാലും ആർക്കും എഴുതേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഒരുപാട് തവണ ട്രൈ ചെയ്യേണ്ട വന്നാലും കുഴപ്പമില്ല. കാരണം ട്രൈ ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ കിട്ടാതിരിക്കില്ല. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം ഇതുവരേക്കും വാച്ച് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. Thank you all for watching this here video.